ഗായ്സ്, സാധാരണ നമ്മളെ കല്യാണങ്ങളിൽ എപ്പോഴും നമ്മൾ ബ്രൈഡിന്റെ ഡ്രസ്സാണ് ഭയങ്കരമായിട്ട് എല്ലാവരും നോക്കുന്നത്, ആഭരണങ്ങളൊക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്രൂമിന്റെ ഡ്രസ്സ് കണ്ട് കിള്ളിപ്പോയി. ഗായ്സ്, നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെയും രാഷ്മിക മന്ദാനയുടെയും കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട സത്യത്തിൽ രാഷ്മിക മന്ദാന അല്ല, അത് വിജയ് ദേവരകൊണ്ടയാണ്. നിങ്ങൾ നോക്കി ഈ ഡ്രസ്സുകൾ, ലൈക്ക് പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാ. ഇപ്പൊ ഇത് ഗോൾഡ് ആണല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്പെക്കുലേഷൻ വെച്ച് 99% ഇത് ഗോൾഡ് ആയിരിക്കും. കാര്യം പുള്ളിക്കാരൻ ഗോൾഡ് ആയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ പൈസ ഉണ്ട്, അറിയാലോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പടച്ചട്ടണക്കുള്ള ഗോൾഡ് മാല കഴുത്തില്. ഗായ്സ്, ലിറ്ററലി പുള്ളിക്കാരൻ ഒരു പ്രിൻസ്. പുള്ളി ഞാൻ സെർച്ച് ചെയ്ത്, ഇനി പുള്ളിക്കാരൻ വിലക്ക് രാജകുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ പുള്ളി ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ്. അപ്പം പിന്നെ വലിയ വലിയ ജാതിയിലോ വലിയ ജന്മ കുടുംബത്തിലുള്ള ആളുമല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഈ കല്യാണത്തിലൂടെ സൗത്ത് ഇന്ത്യൻ ആ ഒരു ട്രഡീഷൻ എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്തായാലും പുള്ളി ഡ്രസ്സ്, പുള്ളിയുടെ ആ മീശയും എനിക്ക് അന്നേ തോന്നി കല്യാണത്തിന് ഒരു ലിറ്ററലി ഒരു രാജകുമാരനെ കണക്കുണ്ട്. ഇപ്പൊ കമന്റിൽ കുറെ ഫാൻസ് വിരോധികളൊന്ന് പറയും കൊള്ളൂല എന്നൊക്കെ. ഞാൻ ഫാനൊന്നുമല്ല വിജയ് ദേവരകൊണ്ടേനെ, പക്ഷേ ഗൈസ് ആ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്.